ഹായ് മക്കളെ, അപ്പോഴെല്ലാ മക്കൾക്കും അമ്മയുടെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവരും രാവിലെ ചായ ഒക്കെ കുടിച്ചോ? അപ്പം അമ്മ രാവിലെ കട്ടൻ ചായ ഇട്ട് കൊണ്ടുവന്ന് കുടിച്ച് തീരാറായി. അപ്പോഴാണ് വീഡിയോ എടുക്കുന്ന കാര്യം ഓർത്തത്. അപ്പം നമ്മൾ നീലക്കൊടുവേൽ പൂവൊക്കെ പിടിച്ചുകൊണ്ട് നല്ല സുന്ദര കുട്ടപ്പനായിട്ട് ഇരിപ്പുണ്ട്. കണ്ടോ, രാവിലെ ഇവിടെ വന്നത് ചെടിയുടെയൊക്കെ ഭംഗിയൊക്കെ നോക്കിക്കൊണ്ട് ഇരുന്ന് കട്ടൻ ചായ കുടിക്കുക. അതൊരു പ്രത്യേക ഒരു സുഖമാണ്. ആ രാവിലത്തെ ചെറിയ തണുപ്പും ചൂട് കട്ടൻ ചായയും ചെടിയുടെയും പൂക്കളുടെയൊക്കെ വൈബ് അടിപൊളി. അപ്പം അമ്മ ചായ കുടിക്കട്ടെ. എല്ലാവരും രാവിലെ ആഹാരം കഴിച്ചോ? അപ്പോഴമ്മ ചെയ്താ പൊറോട്ടയും കടലക്കറിയും മേടിച്ചു കേട്ടോ. നല്ല ചൂട് പൊറോട്ട, ചൂടെന്ന് പറഞ്ഞാൽ നല്ല ചൂട് പൊറോട്ട. അപ്പം അതിനകത്ത് നമുക്ക് ആ കടലക്കറി വിൽക്കുക. ആയിക്കോട്ടെ. അപ്പോഴേ അമ്മയ്ക്ക് താണ്ട് എൻ്റെ മറ്റേ ഇതിന് പേരുന്നു അത് വെട്ടടിയിരുന്നു. നമുക്ക് കോക്കോല മീനാണ് കിട്ടിയേക്കുന്നത്. കോക്കോല മീൻ താണ്ടേ കണ്ടോ. അപ്പം അത് നല്ലോണം നമുക്ക് അരിഞ്ഞിച്ച് കഴുകി വരിഞ്ഞ് വെച്ചിട്ട് അതിനകത്തോട്ട് ഉപ്പ് നീര് ഒഴിച്ച് മുളക് പൊടി ഇട്ട് മഞ്ഞപ്പൊടി ഇട്ട് തിന്നണം. അപ്പം നമ്മളിവിടെ പരിപ്പിട്ട് കറിയാണ് വെക്കുന്നത്. അപ്പം പരിപ്പിട്ട് സാമ്പാർ പോലെ കറിയാണ് വെക്കുന്നത്. അപ്പം താണ്ടേ അതിനായിട്ട് അമ്മ താണ്ടേ പരിപ്പ് വേവിക്കാൻ വെച്ച് ഉപ്പ് ഇട്ട് വേവിക്കാൻ വെച്ച് സ്വല്പം കായം ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ താണ്ടേ അതിനകത്തോട്ട് തക്കാളി, സവാള, പിന്നെ 2-3 അമലയൊക്കെ, ഒരു ചെറിയ പടവലയുടെ കഷ്ണം, കൊച്ചു ചേന വെച്ച് കഷ്ണം എല്ലാം നമ്മൾ അരിഞ്ഞ് കഴുകി വെച്ചിട്ടുണ്ട്. അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്ക് അതെല്ലാം ഇടാം. കണ്ടോ, ഒരു തട്ടിക്കൂട്ട് സാമ്പാർ. അപ്പോൾ ഇത് ഇവിടെ ഇരുന്ന് വേവട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് ഇതിനകത്തോട്ട് കൊടുത്ത മീനുള്ള മസാലകളെല്ലാം നല്ലോണം ഇവിടെ കൊടുക്കാം. നല്ലോണം ഇച്ചിരി മുളക് പൊടി തോന്നിയിട്ടിട്ടുണ്ട് കേട്ടോ. ഈ കോക്കോലയ്ക്ക് എരി പിടിക്കാൻ ഇച്ചിരി മുളക് പൊടി തോന്നിയിടണം. ഉപ്പുനീര് ഇട്ടിട്ടുണ്ട്, എല്ലാം ഇട്ടിട്ടുണ്ട്. നല്ലോണം അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കണം. വലിയ കോക്കോലയാണ് കേട്ടോ, ചെറുതല്ല. വറുക്കാനാണ് ഏറ്റവും നല്ലത്. പിന്നെ തേങ്ങ അരച്ച് ചിലവർ വെക്കും. തേങ്ങ അരച്ച് വെക്കാൻ കൊള്ളാം. ഞാനിന്ന് വറുക്കാനാണ് എടുത്തത്. നമ്മളെ തട്ടിക്കൂട്ട് സാമ്പാറും കോക്കോല വറുത്തതും ഇന്നത്തെ കറി കണ്ടോ. നമ്മൾ അരപ്പോരിട്ട് വെച്ച് ഇനി നമുക്ക് കൈ കഴിയിട്ട് പൊരിക്കാനുള്ളത്. അപ്പോൾ നമ്മുടെ ഈ പരിപ്പിലോട്ട് കുറച്ച് വെള്ളം ഒഴിക്കണം. വെള്ളം കുറവാണ് കണ്ടോ. ഒന്നുകൂടെ ഒന്ന് വേവിട്ട് കൊടുക്കണം. വെന്തിട്ട് നമുക്ക് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഇട്ട് കൊടുക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് വറുക്കാനുള്ളത് നമുക്കൊരു മൺചട്ടി അത് വറുക്കാം. മൺചട്ടി വെച്ച് തീ കത്തിച്ച് നമുക്ക് എണ്ണ എടുക്കട്ടെ. ചോറൊക്കെ വെച്ചിട്ടുണ്ടേ. ചോറ് നേരത്തെ വെച്ചാൽ എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ചട്ടി ഒന്ന് ചുറ്റിച്ചിടാം. മൺചട്ടി ആയതുകൊണ്ടേ പെട്ടെന്ന് മൂത്ത് വരും. അത് മൂക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിനകത്ത് സ്വല്പം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കും. സ്വല്പം മഞ്ഞപ്പൊടി, മുളക് പൊടി പിന്നിട്ടാൽ മതി. മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ പിന്നെ വേണം. സാമ്പാർ പൊടി ഉണ്ടെങ്കിൽ സാമ്പാർ പൊടി ഇട്ടാൽ മതി. ഞാൻ സാമ്പാർ പൊടി ഉപയോഗിക്കത്തില്ല, അതുകൊണ്ട് മുളക് പൊടി മല്ലിപ്പൊടി ഇടും. കായ കഷ്ണങ്ങളൊക്കെ ഇടും. അതൊക്കെ അത് നല്ലോണം വേവട്ടെ. എന്നിട്ട് നമുക്ക് മുളക് പൊടി ഇടാം. നമ്മുടെ ചട്ടിയൊക്കെ വേണ്ടേ നല്ലോണം ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ മീനും ഇട്ട് കൊടുക്കാം. നല്ല ഉപ്പ് എരിയെല്ലാം ഉണ്ട്. അങ്ങനെ ഓരോന്നോരോന്ന് നമുക്ക് ഇട്ട് കൊടുക്കാം. വലിയ കോക്കോലയാണ്. കണ്ടോ, അങ്ങനെ നമുക്ക് ഇവിടെ ഇടാം. കണ്ടോ. ഇനി ഇത് തീ കൂട്ടി ഒരു 5 മിനിറ്റ് തീ കൂട്ടി നമ്മൾ നല്ലോണം വേവിക്കും, മൊരിക്കും. എന്നിട്ട് തീ കുറച്ചിട്ടിട്ട് മൊരിക്കത്തുള്ളൂ. അപ്പം വെന്ത് വെച്ചിട്ട് കാണിച്ചു തരാം. നമ്മൾ മീൻ വറുത്തത് ഇവിടെ റെഡിയായപ്പോൾ തന്നെ ഒരാൾ 2-3 മീൻ എടുത്ത് ചോറൊക്കെ കഴിച്ച്. അപ്പോഴേ
അപ്പം നമ്മളെ മീനൊക്കെ കണ്ട ഇവിടെ വറുത്ത് കണ്ട മീൻ വറുത്ത് വെച്ച് അപ്പം നമുക്ക് ചോറ് വേണം. അപ്പം അതുങ്ങളൊക്കെ ചോറ് കഴിച്ചോ ഉച്ചയ്ക്ക്? അപ്പം അമ്മ ചോറ് ഒന്നുകൂടെ ഒന്ന് ചൂടാക്കിയിട്ടുണ്ടേ. അപ്പം നമുക്ക് ചോറ് അങ്ങോട്ട് വിളമ്പാം. ഇവിടെ നമ്മുടെ ചോറ് പ്രത്യേകിച്ച് നമ്മുടെ ഉള്ളി സാമ്പാർ കണ്ട നല്ല അടിപൊളി സാമ്പാർ, നല്ല ടേസ്റ്റായത് കേട്ടോ. അപ്പം നമുക്ക് ചോറ്റിലോട്ട് ഒഴിക്കാം. സാമ്പാർ അങ്ങോട്ട് ഒഴിച്ച് ഒഴിച്ച് ഇനി നമുക്ക് സ്വല്പം നമ്മൾ ഈ അമ്പലങ്ങളിലൊക്കെ കിട്ടുന്ന സാമ്പാറിൻ്റെ ഉണക്കിരിക്കും. ഈ സാമ്പാർ വെച്ചാൽ നല്ല ടേസ്റ്റാണ്. എന്നിട്ട് കുറച്ച് ലവലൊടിച്ച അച്ചാറ് നമ്മൾ ലവലൊടിച്ച അച്ചാറ്, പിന്നെ നമ്മുടെ മീൻ വറുത്തത് അമ്മ ഒരെണ്ണം എടുക്കുന്നേ, ഒരെണ്ണം മതി. അമ്മയുടെ ചോറ്, സാമ്പാർ, ഉള്ളി സാമ്പാർ, മീൻ വറുത്തത്, ലവലൊടിച്ച അച്ചാറ്. അപ്പം അമ്മ ചോറുണ്ണാൻ പോവുക. നിങ്ങളൊക്കെ ചോറ് കഴിച്ചോ? അപ്പം അമ്മ കഴിക്കട്ടെ. നമുക്ക് കുറച്ച് ചെറിയൊരു കുഞ്ഞ് ചക്ക, കുറച്ച് തേമരിക്ക ചക്ക കിട്ടിയേ. അപ്പം അമ്മ വിചാരിച്ച് ചക്കയപ്പം ഉണ്ടാക്കാം. അപ്പം നമ്മളവിടെ അരിക്കച്ചക്കയാണ്. അപ്പം അതിനകത്ത് നല്ലോണം ഏലക്കയും ഇട്ട് നല്ലോണം അരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെന്ന് പറഞ്ഞത് തേങ്ങ വെച്ചിട്ടുണ്ട്. പിന്നെ ആട്ടാമാവ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നെയ്യ് എടുത്തിട്ടുണ്ട്. അപ്പം നെയ്യ് പിന്നെ നമ്മൾ കുറച്ച് ഉപ്പിനകത്ത് വെച്ചിട്ടുണ്ട്. ശർക്കര പാനിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിത് കുഴച്ചെടുക്കാം. അപ്പം അമ്മ ആദ്യം കുറച്ച് നെയ്യ് ഒഴിക്കുക. കുറച്ച് നെയ്യ് പിന്നെ ഒഴിക്കാം. പിന്നെ നമുക്ക് ഈ ചക്ക അടിച്ചെടുത്ത ചക്ക ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ തെരളിയിലൊക്കെ പിച്ചിക്കൊണ്ടൊന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനകത്ത് പുഴുങ്ങിയാലേ ഇച്ചിരി മണവും ടേസ്റ്റും കിട്ടത്തുള്ളൂ. വാഴയിലക്കകത്തും ഉണ്ടാക്കാം, വട്ടയിലും ഉണ്ടാക്കാം. എന്നാലും തെരളിയില ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പം നമുക്ക് ആദ്യം ഇതൊന്ന് നല്ലോണം കുഴക്കാം. നല്ല മധുരമുണ്ട്. ഈ മധുരത്തിൻ്റെ അനുസരിച്ച് മാത്രമേ നമ്മൾ ശർക്കരപ്പാനി ഒഴിക്കാവൂ കേട്ടോ. ഇത് നല്ല മധുരമുള്ളതായതുകൊണ്ടേ ഭയങ്കര മധുരമായി പോയില്ലെങ്കിൽ കുറച്ച് മധുരം നോക്കിയതിന് ശേഷം നമുക്ക് ശർക്കരപ്പാനി ഒഴിക്കാം. നോക്കട്ടെ ഇച്ചിരി മധുരം, നല്ല മധുരമുണ്ട് കേട്ടോ. കുറച്ച് പാനി ഒഴിക്കാം, അത്രയും വേണ്ട, ഭയങ്കര മധുരം. കുറച്ച് പാനി ഒഴിച്ചിട്ടുണ്ടേ. ഇത് നമുക്ക് കുറച്ച് തേങ്ങയും കൂടി ഇടാം. തേങ്ങയൊക്കെ നല്ലോണം ചേർക്കണം, എങ്കിൽ അതിൻ്റെ ടേസ്റ്റ് കിട്ടുന്നു. നമ്മൾ ഒരു മുറി തേങ്ങ ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് നല്ലോണം കുഴച്ചെടുക്കാം. അപ്പോൾ ശർക്കര എടുക്കപ്പോൾ ഇച്ചിരി കൂടിപ്പോയി. അത് കുഴപ്പമില്ല, അതൊരു പാത്രത്തിൽ ഒഴിച്ച് അടച്ച് വെച്ചാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ എടുക്കാം. കണ്ട ഇങ്ങോട്ട് കിണ്ടി നല്ലോണം കുഴച്ചിട്ട് നമുക്ക് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കാം. നല്ലോണം കുഴയ്ക്കണം. കുഴച്ചെടുക്കുന്ന തിരിപ്പിയ പരുവം കണ്ടോ. നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണ് ഇതിൻ്റെ ചക്കയപ്പം? എനിക്ക് വലിയ ഇഷ്ടമാണ് ഇത്. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് ചക്കയപ്പം. ഉണ്ടോ നമ്മൾ കുഴച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നെയ്യ്, ബാക്കി നെയ്യില്ലേ, കുറച്ച് നെയ്യും കൂടെ നമുക്ക് ഇതിൻ്റെ പുറത്ത് തൂവണം. ഈ നെയ്യ് തൂവുമ്പോൾ ഉണ്ടല്ലോ ഇത് വേകുമ്പോൾ ഒരു പ്രത്യേക മണവും ഒക്കെ കിട്ടും. എന്നിട്ട് നമുക്ക് ഒന്നുകൂടെ കുഴയ്ക്കാം. ലേശം ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ലേശം ഉപ്പിടണം, എങ്കിൽ ആ മധുരം നമുക്ക് ബാലൻസ് ചെയ്യാം. കുഴച്ച് വെച്ചിട്ടുണ്ട്. നോക്കട്ടെ മധുരം, കറക്റ്റ് മധുരമാണ്. അപ്പം നമുക്കിനി ഇത് ഒരു ഇലക്കകത്ത് വെച്ച് ഈ ഇലക്കകത്ത് വെച്ച് കൂട്ടി അമ്മ വേവിക്കാൻ പോകും. അപ്പം അമ്മ വേവിച്ചിട്ട് കാണിച്ചു തരാം. നമ്മുടെ തെരളിയപ്പം എല്ലാം കണ്ട് അമ്മ എടുത്തിട്ടുണ്ട് കേട്ടോ.
ഇല ചെറുതായിരുന്നു, ഇല കുറവായിരുന്നു. പിന്നെ ഉള്ള ഇലക്കകത്തൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഈ സൈഡിലോട്ട് കണ്ടോ. അപ്പം ഇനി ഈ അപ്പം വെന്തട്ടമ്മ കാണിച്ചു തരാം. അപ്പം നമുക്കിത് അടച്ചു വെച്ച് കഴിക്കാം. എല്ലാം രാത്രി ആഹാരം കഴിച്ചോ? അമ്മക്കൊരു അബദ്ധം പറ്റും. അമ്മ ചോറ് കഴിച്ച് വീഡിയോ എടുക്കാൻ മറന്നു പോയി കേട്ടോ. അതൊന്നും വിചാരിക്കരുത്. അപ്പം നമ്മളെ തെരളിയപ്പം കാണണ്ടേ? വാ കണ്ടോ, നല്ല ചൂട് തെരളിയപ്പം. കണ്ട ചക്ക വെച്ചിട്ടുണ്ടെങ്കിൽ തെരളിയപ്പം ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പം അമ്മ ചൂടുണ്ട്, അമ്മ നേരത്തെ കഴിച്ച്. എന്നാലും നിങ്ങൾക്ക് വേണ്ടി ഒരെണ്ണം കൂടെ കഴിക്കാം. അത് വിരോധമൊന്നുമില്ല, കഴിക്കാം. അപ്പം നാളെ കഴിക്കാൻ ഇത് ടേസ്റ്റ് കേട്ടോ. കണ്ടോ, സൂപ്പർ മണമാട്ടോ. ഇപ്പോൾ ഭയങ്കര ചൂടുമുണ്ട്. ആ സൂപ്പർ ടേസ്റ്റ്. നെയ്യൊക്കെ വെച്ചോണ്ടേ നല്ല ടേസ്റ്റ്. എന്നാ ഈ ചക്ക എപ്പോൾ ഇഷ്ടമുള്ളവർ അമ്മയ്ക്കൊന്ന് കമൻറ്റ് ഇടണേ, മറക്കല്ലേ. അപ്പം അമ്മ കഴിക്കട്ടെ. നിങ്ങളെല്ലാവരും രാത്രി ആഹാരം കഴിച്ചോ? കഴിച്ചിട്ട് കിടക്കുക. ഇതാണെങ്കിൽ ചക്കയപ്പം ഉണ്ടാക്കി കഴിച്ചിട്ട് കിടക്കുക. ഭയങ്കര ടേസ്റ്റ് കേട്ടോ. അപ്പം അമ്മ കഴിക്കട്ടെ. അപ്പോൾ എല്ലാ മക്കളും അമ്മയുടെ വീഡിയോ ആണ് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അമ്മ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അമ്മയുടെ ചെമ്പരത്തിലൊരു പുതിയ പൂ പിടിച്ചായിരുന്നത് അമ്മ കാണിച്ചില്ലല്ലോ, അതും കൂടെ കാണിച്ചു തരാം. ബാ, മറന്നുപോയി. കണ്ടോ, നല്ല അടിപൊളി കളർ. അപ്പം എല്ലാ മക്കൾക്കും ടാറ്റാ.